ലോകാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൻ നാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തു തൻ ഭക്തർ ഭവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും Swapura
പോലെ ഒഴിഞ്ഞുപോകുന്നു. അവന്റെ നേരെയോ ദുരിതം വഹിക്കുന്നത് എന്നെയോ നിങ്ങൾ സ്ഥലത്തിലേക്ക് വരുത്തുന്നത് വിശുദ്ധനുണ്ടോ? വരുത്തനുമില്ല. അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ. അവന്റെ വാസ്തുക്കളുടെ എണ്ണം എന്റെ പക്കൽ അവന് ലഭിച്ചുകൂടാതെ വെച്ചിരിക്കുന്നു. അവന്റെ ഒരു കൂലിക്കാരനെ പോലെ ശ്രമിച്ചതിന്റെ ദിവസത്തിൽ തൃപ്തിപ്പെടേണ്ടതിന് നിന്റെ നോട്ടം നിന്ന് മാറ്റിക്കൊള്ളാനുമേ. ഒരു വൃക്ഷമായിരുന്നാലും പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും കൊണ്ടിരിക്കും. അത് ഇളം കൊമ്പുകളുടെ അതിരിക്കയില്ല. അതിന്റെ വേര് നിലത്ത് വീഴാനും അതിന്റെ ബുദ്ധി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അകറ്റി നിർത്തും. ഒരു കൈ പോലെ തളർവിടും. മനുഷ്യനോ മരിച്ചാൽ കുളിച്ചു പോകുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവന്റെ ഇവിടെ സമുദ്രത്തിലെ വെള്ളം പോയി പോകും പോലെയും നാടുവെറ്റിയും തന്നെ പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് നിൽക്കുന്നില്ല. ആകാശമില്ലാതെയാവും വരെ അവൻ നിൽക്കുന്നില്ല. ഉറക്കത്തിൽ നിന്നില്ലായിരിക്കുന്നില്ല. നീ എന്നെ പാതാളത്തിൽ ചെയ്യുകയും നിന്റെ കോപം കഴിയുമ്പോൾ എന്നെ വിളിക്കുകയും എനിക്ക് എല്ലാവരും നിശ്ചയിച്ചെന്നെ ഓർക്കുകയും ചെയ്തുകൊണ്ടിട്ടുള്ളായിരുന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുമ്പോഴും എൻ്റെ ഇത് നോക്കുകയും സാധിക്കമായിരുന്നു. നീ വിളിക്കും, ഞാൻ നിന്നോട് ഉത്തരം പറയും. നിന്റെ കൈവേലയോട് നിനക്ക് താല്പര്യമുണ്ടാകും. ഇപ്പോഴോ നീ എൻ്റെ കാലത്തുകളെ എണ്ണുന്നു. എൻ്റെ പാപങ്ങളെ ദൃഷ്ടിവെക്കുകയോ എൻ്റെ അതിക്രമം പ്രതിസന്ധിക്കാട്ടിരിക്കുന്നു. എൻ്റെ അവർക്ക് നീ കെട്ടിയും കഴിച്ചിരിക്കുന്നു. അതുപോലെ വീണു ഒടിയുന്നു. പാറയും സ്ഥലവും മാറിപ്പോകുന്നു. വെള്ളം കല്ലുകളെ കൈമാറാറുന്നത് പ്രവാഹം നിലത്തെ പൊടിയെ ഒഴുകിക്കളയുന്നത് പോലെ നീ മനുഷ്യരുടെ പ്രത്യാശയെ നശിപ്പിക്കുന്നു. നീ എപ്പോഴും അവനെ ആക്രമിച്ചിട്ട് അവൻ കടന്നു പോകുന്നു. നീ അവൻ്റെ മുഖം വിരൂപമാക്കി അവനെ അയച്ചു കളയുന്നു. അവൻ്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല. അവർക്ക് താഴ്ച കൊടുക്കുന്നത് അവർ ഗ്രഹിക്കുന്നില്ല. അതിനെപ്പറ്റി മാത്രം അവൻ്റെ ദേഹം വേദനപ്പെടുന്നു. അതിനെ കുറിച്ചൊക്കെ അവൻ്റെ ൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. കൂടാരമാകുന്ന എൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായിട്ടങ്ങു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമെന്ന് കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയങ്ങ് ഒട്ടുനാൾ കണ്ണുനീർ പെട്ടതല്ല പെട്ടെന്നു നീങ്ങിടുമേ തിട്ടമായി. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമെന്ന് പോകാനിരിക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല. ദാഹം വിശപ്പ് വന്നൊട്ടുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമെന്ന് ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനിൻ
ഇന്നലകന്നു ഞാൻ വാഴുമങ്ങ്. നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത നിമിഷങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയാവിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിടിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ